ഹലോ, എല്ലാവർക്കും ഈസി ടിപ്സ് മലയാളത്തിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു കസ്തൂരി മഞ്ഞൾ ഫേസ് പാക്കാണ്. പണ്ട് കാലം മുതലേ, വർഷങ്ങൾക്ക് മുമ്പ് മുതലേ തന്നെ സൗന്ദര്യ സംരക്ഷണ വസ്തുക്കൾ പ്രധാനിയാണ് നമ്മുടെ കസ്തൂരി മഞ്ഞൾ. കസ്തൂരി മഞ്ഞൾ വെച്ചിട്ടുള്ള ഒരു ഫേസ് പാക്ക്, എഫക്റ്റീവായിട്ടുള്ളൊരു ഫേസ് പാക്കാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത്. കസ്തൂരി മഞ്ഞൾ വാങ്ങുമ്പോൾ ഒറിജിനൽ തന്നെ വാങ്ങി യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോൾ എങ്ങനെയാണ് ഫേസ് പാക്ക് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. അതിനായിട്ട് ആദ്യമായിട്ട് എടുക്കേണ്ടത് കസ്തൂരി മഞ്ഞളാണ്. കസ്തൂരി മഞ്ഞൾ 1 സ്പൂൺ എടുക്കുക. രോമം നീക്കം ചെയ്യാൻ വളരെ സഹായിക്കുന്ന ഒന്നാണ് കസ്തൂരി മഞ്ഞൾ. അതുപോലെ രോമം നീക്കം ചെയ്യുക മാത്രമല്ല, സ്കിന്നിന് നിറം നൽകാനും പാടുകളും കലകളും എല്ലാം മായ്ക്കുവാനും ഈ കസ്തൂരി മഞ്ഞളിന് കഴിവുണ്ട്. അതുപോലെ ഇനി അടുത്തെടുക്കേണ്ടത് മുൾട്ടാണി മിട്ടിയാണ്. മുൾട്ടാണി മിട്ടി 1/4 സ്പൂണൊക്കെ എടുക്കാം. മുൾട്ടാണി മിട്ടിയാണെങ്കിൽ ചർമ്മത്തിലെ ഡേർട്ട്സൊക്കെ റിമൂവ് ചെയ്യാനും എക്സസ് ഓയിൽ റിമൂവ് ചെയ്യാനും ഒക്കെ ഒത്തിരി സഹായിക്കുന്നുണ്ട്. അതുപോലെ ഇനി എടുക്കേണ്ടത് തൈരാണ്. തൈര് നമുക്ക് ഈ മിക്സ് ചെയ്യാൻ വേണ്ടി എത്ര വേണോ ആവശ്യത്തിന് എടുക്കാം. അപ്പോൾ അതിനാവശ്യത്തിന് തൈര് എടുക്കുക. നമ്മുടെ തൈര് മുഖത്തിന് ബ്ലീച്ചിങ് എഫക്റ്റ് നൽകുന്ന ഒന്നാണ്. ഇതിലെ ലാക്റ്റിക് ആസിഡാണ് ഈ ഗുണം നൽകുന്നത്. നല്ല നിറം നൽകാൻ ഒത്തിരി എന്നെ സഹായിക്കുന്ന ഒന്നാണ് തൈര്. ഇത് മൂന്നും കൂടി നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നന്നായിട്ട് ഫൈൻ പേസ്റ്റായിട്ട് ഒന്ന് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക. ആൻറ്റി ഓക്സിഡൻറ്റ്, ആൻറ്റി ബാക്ടീരിയൽ, ഫംഗൽ ഗുണങ്ങൾ അടങ്ങിയിട്ടുണ്ട് കസ്തൂരി മഞ്ഞളിൽ. അതുപോലെ ചർമ്മത്തിലെ അമിതമായ എണ്ണമയം നീക്കം ചെയ്യാനും നിറം വർദ്ധിപ്പിക്കാനും നമ്മുടെ മുൾട്ടാണി മിട്ടി ഒത്തിരി എന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പാടുകൾ, മുഖക്കുരു, ബ്ലാക്ക് ഹെഡ്സ്, വൈറ്റ് ഹെഡ്സ് അങ്ങനെയുള്ള ഒത്തിരി പ്രശ്നങ്ങൾക്ക് പരിഹാര മാർഗ്ഗമാണ് മുൾട്ടാണി മിട്ടി. യാതൊരു പാർശ്വഫലങ്ങളുമില്ലാതെ ചർമ്മം വെളുപ്പിക്കുവാനുള്ള പ്രധാനപ്പെട്ട വഴികളിലൊന്നാണ് ഇത്. തൈരിന് മുഖത്തിന് ചെറുപ്പം നൽകാനും ഏറെ നല്ലതാണ്. ഇത് ചുളിവുകൾ ഒഴിവാക്കുന്നു, മൃതകോശങ്ങളെ നീക്കം ചെയ്യാനും ചർമ്മം തിളക്കമുള്ളതാക്കാനും സഹായിക്കുന്നുണ്ട്. ഇത് മിക്സ് ചെയ്തത് നമ്മൾ സ്കിന്നിലോട്ട് അപ്ലൈ ചെയ്യുന്നത് വഴി സ്കിന്നിലെ ആവശ്യമില്ലാത്ത രോമങ്ങൾ നീക്കം ചെയ്യാനും സ്കിന്നിന് നിറം നൽകാനും ഒത്തിരി എന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഈ ഫേസ് പാക്ക്. ഈ ഫേസ് പാക്ക് യൂസ് ചെയ്യേണ്ടത് ആഴ്ചയിൽ 2 തവണയാണ്. ഫേസ് പാക്ക് യൂസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നന്നായിട്ട് ഫേസും നെക്കുമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുക. ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും നാച്ചുറലായിട്ടുള്ള പൊടികൾ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അത് ഉപയോഗിച്ച് ക്ലീൻ ചെയ്തതിന് ശേഷം നന്നായിട്ട് സ്കിന്നിലോട്ട് ബോഡി ഫുള്ളും വേണമെങ്കിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. വളരെ എഫക്റ്റീവായിട്ടുള്ളൊരു പാക്കാണിത്. അപ്പോൾ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ഇത് ഡ്രൈ ആകുമ്പോൾ നോർമൽ വാട്ടറിൽ തന്നെ വാഷ് ചെയ്ത് കളയാവുന്നതാണ്. വളരെ എഫക്റ്റീവായിട്ടുള്ള ഈ ഫേസ് പാക്ക് ഉപയോഗപ്രദമാണെന്ന് തോന്നുന്നുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു ഓൾ.